ഞാനും എന്റെ ഫാത്തിമയും ഐക്കാത്താഴ്വരയിലെ മാടപ്പിറാവുകളെ പോലെ ഞങ്ങൾ കൊക്കുരുമ്മി നടന്നവരാണ്. കാലം ഞങ്ങളെ വേർപെടുത്തി കളഞ്ഞു. ഫാത്തിമ എന്നോട് വിട പറഞ്ഞു പോയി. മരിച്ച ഭാര്യയെ ഓർത്ത് വിലപിച്ചു പാട്ടുപാടിയ ഭർത്താവ് ഇങ്ങനെ മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ ചിരിച്ചു മരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുന്നു. വിവാഹത്തിന്റെ 3-ാം ഘട്ടത്തിൽ നമുക്കെത്താം. എവിടെയാ നമ്മുടെ വിവാഹത്തിന്റെ 3-ാം ഘട്ടം? എവിടെയാ? അള്ളാന്റെ ഖുർആൻ തന്നെ പറയട്ടെ, ഹും വഅസ്വാജുഹും ഫീ ലിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ഹും അവരും വഅസ്വാജുഹും അവരുടെ ഭാര്യമാരും അവരുടെ ഭാര്യമാരും ഫീ ലിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. സ്വർണ്ണനൂലുകൾ കൊണ്ട് നെയ്തപ്പെടാക്കപ്പെട്ട സ്വർഗത്തിന്റെ കട്ടിലിൽ ചാരിയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഇങ്ങനെ പൊരുത്തത്തോടെ ജീവിച്ചു മരിച്ചാൽ നാളെ ഇവിടത്തെ മരക്കട്ടിലേക്ക് കിടക്കുമ്പോൾ അടികൂടരുത്. എന്നാൽ നാളെ അലൽ അറായികി മുത്തഖിഊൻ, സ്വർണത്തിന്റെ കട്ടിലിൽ ഹും അവരും അസ്വാജുഹും അവരുടെ ഭാര്യമാരും സ്വർഗത്തിന്റെ കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കും. സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് വഴക്ക് വേണ്ട. ഇവിടെ എന്താ വഴക്ക്? ഭർത്താവിന് കാറില്ല, ബൈക്കില്ല, ഞാൻ ബസ്സിലാ പോണേ, അടുത്ത വീട്ടിലെ പെണ്ണിന് അതെല്ലാം ഉണ്ട്. ക്ഷമിക്കീൻ, സഹിക്കീൻ, സ്വർഗത്തിൽ ഇരിക്കീൻ. ഭർത്താവ് തൊട്ടടുത്തുണ്ട്. ഇരിക്കുന്നത് എവിടെയാ? പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പായുമേ പറയണ്ട. കേറിയിരുന്നിട്ട് എവിടെ പോണോന്ന് പറഞ്ഞാ മതി. പറയുന്നതിനുപ്പുറം പറന്നു പോകുന്ന സ്വർണ്ണക്കട്ടിലാണിരിക്കുക. അല്ല പറയുന്നു, ലഹും ഫീഹാ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ഊൻ. അവർക്ക് അവിടെ ആഗ്രഹിക്കുന്ന പഴവർഗ്ഗങ്ങളുണ്ട്. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട. കട്ടിലിരുന്നിട്ട് ഇന്ന പഴം വേണോന്ന് പറഞ്ഞാൽ മതി, പഴം വന്നിരിക്കും അടുത്ത്. ഒന്നിച്ചിരുന്ന് തിന്നാം സ്വർഗത്തിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ തിന്നാനില്ലെങ്കിൽ എന്താ, ഉണ്ണാനില്ലെങ്കിൽ എന്താ, ഉടുക്കാനില്ലെങ്കിൽ എന്താ, കിടക്കാനില്ലെങ്കിൽ എന്താ, സ്വർഗത്തിൽ നമുക്കും നമ്മുടെ ഭാര്യമാർക്കും അടുത്തിരുന്ന് പഴം കഴിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ വല്ലാത്ത പ്രശ്നം, ഭർത്താവിന് രോഗം, ഭാര്യയ്ക്ക് രോഗം, സമാധാനമില്ല, കണ്ണ് നിറയും. അല്ലേ? പേടിക്കണ്ട, സ്വർഗത്തിൽ വരിക. അള്ളാഹു പറയും, ദുനിയാവിൽ നിങ്ങൾ ഒത്തിരി സമാധാനമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചവരല്ലേ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. മലക്കുകൾ പറയും, അള്ളാഹുടെ സമാധാനം കിട്ടട്ടെ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. 4 ദിവസം പറഞ്ഞ ഖുർആനിലെ കുടുംബം പാതിവടിയിൽ ഖുർആനിലെ ഭാര്യയിൽ വെച്ച് അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ 4 ദിവസം പറഞ്ഞ് നിങ്ങൾ അമൽ ചെയ്യുമോ? അമൽ ചെയ്യുമോ ഇല്ലയോ? ഈ സദസ്സിന്റെ ഇൻഷാ അല്ലാഹ് ഇത്രയുള്ള ജീവിതത്തിൽ പരസ്പരം പൊരുത്തത്തോടെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമോ? എല്ലാവരും ഉറക്കെ ഒന്ന് ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയും, ഉറക്കെ പറയും ഇൻഷാ. ഇനി ഇതിൽ ഇൻഷാ അല്ലാഹ് പറയാതിരിക്കുന്നവരുണ്ട്. ഇത് ഞാൻ 2 അടി കൂടുതൽ കൊടുക്കുമെന്ന് പറയുന്നവർ. എല്ലാവരും ഭാര്യമാരുമായിട്ട് സ്വർഗത്തിലിരുന്ന് പഴം കഴിക്കും. അപ്പൊ ഈ ഇൻഷാ അല്ലാഹ് പറയാത്തവർ വരും. ഇപ്പൊ ഇൻഷാ അല്ലാഹ് പറയാത്തവരില്ലേ, അവർ വരും. അവര് സ്വർഗത്തിന്റെ അടുത്തൂടെ വരുമ്പോ കേട്ടോളി ഖുർആൻ, ഭാര്യ ഭർത്താക്കന്മാര് സ്വർഗത്തിൽ ഇരിക്കുന്നു വന്നിട്ട് ഖുർആൻ പറയുന്ന അടുത്ത ആയത്ത് ഏതാണ്? ഇതാണ്, 4 ദിവസം കേട്ടിട്ടും ജീവിതത്തിൽ ചെയ്യാതെ മാറി നിന്നിട്ട് ദാമ്പത്യ ജീവിതത്തിൽ അള്ളാന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാത്തവരെ, അത് റസൂലുള്ളാഹിക്കാണ് ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് മാറ്റി നിന്നവരെ, അക്രമികളെ മാറി നിൽക്കടാ, മാറി നിൽക്കടാ, മാറി നിൽക്കടാ, സ്വർഗത്തിലേക്ക് കടക്കണ്ടടാ. അലം അൽഹദിലേക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ
പിശാചിനെ ആരാധിക്കരുതെന്ന്. എന്തിനാ സഹോദര അല്ലാഹു ഈ ആയത്ത് പറഞ്ഞത്? ഭാര്യയും ഭർത്താവ് സ്വർഗത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പിശാചിന് വഴിപെടരുതെന്ന് പറഞ്ഞതാ? ആദ്യത്തെ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ വിട്ടുപിരിച്ചത് പിശാചല്ലേ? ആദം നബിയെയും ഹവ്വാ ബീവിയെയും വിലക്കപ്പെട്ട പഴം കടിച്ചിട്ട് രണ്ടുപേരെയും രണ്ടറ്റത്തോട്ട് പുറത്താക്കിച്ചത് പിശാചല്ലേ? പിശാചിനെ നീ ആരാധിക്കരുതെന്ന് പറഞ്ഞതല്ലേ? അതുകൊണ്ട് മാറി നിൽക്കടാ, നരകത്തിലോട്ട് കടന്നു പോകടാ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ഇതിലേത് കേൾക്കണം നിങ്ങൾക്ക്? വംദാദിലും അയ്യുഹൽ മുജ്രിമൂൻ കേൾക്കണോ? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം കേൾക്കണോ? ഏത് കേൾക്കണം? ഏത് കേൾക്കണം? തീരുമാനിച്ചോളി. സ്വാതന്ത്ര്യം നിങ്ങൾക്ക്. രണ്ട് വഴി ഞാൻ പറഞ്ഞു തന്നു. ഈ രണ്ടായത്ത് ഒന്നിച്ചാണ് ആയത്. സൂറത്ത് യാസീൻ. യാസീനാണോ ഇത്? യാസീൻ എന്തിനുള്ളതാ? മരിക്കുമ്പോ തലയ്ക്കുമ്പാത്തിന് ഓറാൻ വേണ്ടി മാത്രമുള്ളതല്ല യാസീൻ. പിന്നെന്തിനുള്ളതാണ്? ലിയുൻദിറ മൻ കാന ഹയ്യാ, ലിയുൻദിറ മൻ കാന ഹയ്യാ, ലിയുൻദിറ മൻ കാന ഹയ്യാ. ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പാണിത്. ജീവിതത്തിലെ മുന്നറിയിപ്പാണിത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴുള്ള മുന്നറിയിപ്പാണിത്. ചെയ്യീൻ, അമൽ ചെയ്യീൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിലെ മക്കളും രക്ഷകർത്താക്കളും മാതാപിതാക്കളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ ഖുർആനിലെ കുടുംബം എന്ന വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയില്ല എന്ന് എനിക്കറിയാം. പൊറുക്കുക. കവി പറഞ്ഞതുപോലെ അറിഞ്ഞതിൽ പാതി പറഞ്ഞില്ല, പറഞ്ഞതിൽ പാതി പതിരായി പോയി. ആരും എഴുന്നേക്കാൻ നമുക്ക് അവസാന ദിവസമാണ്. കാര്യമായി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ധാരാളം സഹോദരങ്ങളെ സദഖ ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരി എന്നോട് ഇന്ന് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ മോനെ ഹാഫിളാക്കണമെന്ന് ആഗ്രഹമുണ്ട്, 6666 രൂപ എൻ്റെ വകയായിട്ട് സദഖ ചെയ്യാൻ. ഉസ്താദിന്റെ വകയൊക്കെ എല്ലായിടത്തും വരുന്ന ആളാണ്. അള്ളാഹു ആ സഹോദരിയുടെ മക്കളെ അള്ളാഹു ഹാഫിളീങ്ങളാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഹാഫിളീങ്ങളാക്കി കൊടുക്കട്ടെ. 13 വയസ്സുള്ള പൊന്നുമോനെ അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാക്കി കൊടുക്കട്ടെ. ഖൈറും ബറക്കത്ത് നൽകുമാറാകട്ടെ. വേറെ ആരാണ് സ്റ്റേജ് 6666 ആരും പറഞ്ഞിട്ടുണ്ടെങ്കിലും കൊണ്ടുവരീൻ, ലിസ്റ്റ് കൊണ്ടുവരീൻ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കും. ഇൻഷാ അല്ലാഹ് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തീൻ. അറിഞ്ഞതിൽ പാതി പറഞ്ഞില്ല, പറഞ്ഞതിൽ പാതി പതിരായി പോയി. പറയാൻ വേണ്ടി വന്നതിന്റെ പാതി പറയാൻ പറ്റില്ല. ഇനി പറഞ്ഞതിൽ പാതി പതിരായി പോയി എന്നാണ് എന്റെ വിലയിരുത്തൽ. പതിരാണോ കതിരാണോ എന്ന് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം ആളുകൾ ഈ സംരംഭത്തിലേക്ക് സദഖ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാര്യമായി സദഖ ചെയ്യണം. 4 ദിക്റിന്റെയും ദുആയുടെയും മജ്ലിസ് ഉണ്ട്. അവിടെ വെച്ച് നിങ്ങൾ ധാരാളമായിട്ട് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുർ റഷീദ് 6526 വേണ്ട ആണോ? നാളെ പരലോകത്ത് എല്ലാവരും അള്ളാന്റെ മുമ്പിൽ തല കുനിച്ചു നിൽക്കും. 2 വിഭാഗം ആളുകൾ മാത്രം തല ഉയർത്തി നിൽക്കും. ഒരു വിഭാഗം ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. രണ്ടാമത്തെ ദിവസം ആളുകൾ വലൗ തറ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം. ഖുർആൻ സൂറത്ത് ഹമീം സൂറത്ത് സജദ. എല്ലാവരും പരലോകത്ത് തല കുനിച്ചു നിൽക്കും. ആ സമയത്ത് തല പൊക്കി നിൽക്കുന്ന 2 ആളുകളേ ഉള്ളൂ പരലോകത്ത്. ഒന്നാരാണ്? തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ അവർ പരലോകത്ത് തലകുത്തി നിൽക്കുന്നവരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവന്മാരും ഈ വലിയ ആളായിട്ട് നടക്കണവരൊക്കെ തല കുനിച്ചു നിൽക്കുമ്പോ തല പൊന്തിച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതാരാ? അൽ മുഅദ്ദിനൂന അത്വലൻ നാസി അഗ്നാകൻ യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് കഴുത്തിന് നീളമുള്ള തലപൊക്കി നിൽക്കുന്നവർ അൽ മുഅദ്ദിനൂൻ, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്മാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാളെ പരലോകത്ത് തലപൊക്കി നിൽക്കണമെങ്കിൽ വല്ലപ്പോഴും ഒരു അവസരം കിട്ടിയ ബാങ്ക് വിളിക്കണം. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ശമ്പളത്തിന് ബാങ്ക് വിളിക്കുന്ന ആൾ മാത്രമല്ല, ബാങ്ക് വിളിക്കുന്ന ആരും. അപ്പൊ ജീവിതത്തിൽ ഒരു അവസരം കിട്ടിയാൽ പള്ളിയിലൊന്ന് ബാങ്ക് വിളിക്കണം, അല്ലെങ്കിൽ വീട്ടിലെങ്കിലും ബാങ്ക് വിളിക്കണം. തലപൊക്കി നിൽക്കുക ആഖിറത്തിൽ. പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജിഹാദിന് വേണ്ടി എന്നെ ആവശ്യമില്ലായിരുന്നെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ ഞാൻ മോദിയും ജോലി ഏറ്റെടുത്തത്.
അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ജീവിതത്തിൽ എല്ലാവിധ നന്മയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ താഴ്ന്ന ജോലിയായിട്ട് കണക്കാക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ്. അള്ളാഹു ഈ ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അവിടെ തന്നെ ഇരിക്കും. 10 സ്വലാത്ത് ചൊല്ലി കാര്യമായി ദുആ ചെയ്ത് 6766 വന്നിട്ടുണ്ട്. പിന്നെ ഒരു സഹോദരൻ ഒരു അത്തർ സംഭാവന ചെയ്തിട്ടുണ്ട്. 2 അത്തർ അദ്ദേഹം സംഭാവന ചെയ്തു. 1 എനിക്കാണ് തന്നത്, പിന്നെ 1 അദ്ദേഹത്തിന്റെ ആഗ്രഹം അത് ലേലം ചെയ്ത് കൊടുക്കണമെന്നാണ്. ഞാൻ ലേലം ചെയ്ത് കൊടുത്താൽ ഈ സദസ്സിന്റെ എല്ലാ ഹുർമത്തും ഇപ്പം മാറും. ഇപ്പം ഒരു വലിയ നിശബ്ദതയാണ്. ഒന്ന് നോക്കി, അള്ളാടെ മലക്കുകൾ നേരെ ഇറങ്ങി വരുന്ന പോലെ ഒരു പ്രതീതി നമുക്ക് തോന്നും. ഇപ്പൊ ഒരു സൂചി ഇട്ടാ കേൾക്കുന്ന നിശബ്ദതയും വിശാലതയാണ്. ഇതിന്റെ ഇടയിൽ ലേലം ചെയ്യാൻ പോയാൽ